മഴത്തോരും മുമ്പേ സീരിയലിൽ ഇനി വരാനായിട്ട് പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. അങ്ങനെ നമ്മുടെ ബബിത പ്രഗ്നന്റ് ആവുകയും അലീനയും ബബിതയും ഒന്നാകുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത്. അങ്ങനെ അമലും ബബിതയും ഒരു ടൂർ എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബാലേന്ദ്രനോട് വന്നിട്ട് പറയും, അച്ഛാ കോളേജിൽ നിന്ന് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. മറ്റന്നാളാണ് പോകുന്നത്, ഞാനും പോയിക്കോട്ടെ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഫ്രണ്ട്സിന്റെ കൂടെയുള്ള ടൂർ ഒന്നും വേണ്ട, നീ പോകേണ്ട എന്നൊക്കെ ബാലചന്ദ്രൻ പറയാണ്. അങ്ങനെ ബബിത എത്രയൊക്കെ പറഞ്ഞിട്ടും ബാലചന്ദ്രൻ അതിന് സമ്മതിക്കുന്നില്ല. ഒടുക്കം ബബിത തന്റെ കൂട്ടുകാരിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവളെ കൊണ്ട് ബാലചന്ദ്രനോട് സംസാരിപ്പിക്കുകയാണ്. അച്ഛ, എൻ്റെ ഒരു ഫ്രണ്ടാണ്, അവൾക്ക് അച്ഛനോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അന്നേരം ബാലചന്ദ്രൻ ബബിതയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങും. എന്നിട്ട് ഹലോ എന്ന് ചോദിക്കുമ്പോൾ, അങ്കിളെ, ബബിതയെ ഞങ്ങളുടെ കൂടെ വിടണം പ്ലീസ് അങ്കിളെ, എല്ലാവരും പോകുമ്പോൾ അവൾ മാത്രമില്ലാഞ്ഞാൽ ഒരു രസമില്ല. അങ്ങനെ ബാലചന്ദ്രൻ ടൂറിനെ കുറിച്ച് ഓരോരോ കാര്യങ്ങൾ കുത്തി കുത്തി ചോദിക്കും. ഒരുവിധം എങ്ങനെയൊക്കെയോ പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രനെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ ബബിതയുടെ കൂട്ടുകാരി ഫോണൊക്കെ വെക്കുമ്പോൾ ബാലചന്ദ്രൻ ബബിതയോട് പറയുന്നുണ്ട്, ടൂറൊക്കെ പോകുന്നത് കൊള്ളാം, നാളെ പോയിട്ട് മറ്റന്നാൾ രാവിലെ തന്നെ തിരിച്ചെത്തിക്കൊള്ളണം, ഞാൻ വിളിക്കുമ്പോഴൊക്കെ ഫോൺ എടുക്കണം എന്നൊക്കെ പറയാണ്. അപ്പോൾ ബബിതയാകട്ടെ എല്ലാ കാര്യങ്ങൾക്കും തലയാട്ടി സമ്മതിക്കുകയാണ്. അങ്ങനെ പിന്നീട് ബബിത അമലിനെ വിളിക്കും, കാര്യങ്ങളൊക്കെ പറയും. എടാ, എന്റെ അച്ഛൻ ടൂർ പോകാൻ സമ്മതിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവൻ അവിടെ ഒരുപാട് സന്തോഷമാകട്ടോ. അങ്ങനെ അടുത്ത ദിവസം അതിരാവിലെ തന്നെ ബബിത വീട്ടിൽ നിന്ന് ഇറങ്ങും. ബാലചന്ദ്രൻ കയ്യിൽ വെക്കാൻ കുറച്ച് ക്യാഷൊക്കെ കൊടുക്കും, ഒരു വഴിക്ക് പോകുന്നതില്ലെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് അവർ അവിടുന്ന് പോകൂട്ടോ. അമലിന്റെ ഉദ്ദേശ്യം ബബിതയെ നശിപ്പിക്കാനായിട്ടാണ്. അവൻ അവളെ നേരെ ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവൻ അവിടെ ഒരു റൊമാൻസ് ആയി വരുമ്പോൾ ആദ്യമൊക്കെ അവളെ എതിർക്കുന്നുണ്ടെങ്കിലും പിന്നീട് അവൻ പറയും, എന്നായാലും ഇതൊക്കെ നടക്കേണ്ടതല്ലേ, നീ എൻ്റെ പെണ്ണല്ലേ, നിനക്ക് എന്നെ വിശ്വാസമില്ലേ എന്നൊക്കെ പറയുമ്പോൾ അവളും എല്ലാത്തിനും സമ്മതിക്കുകയാണ്. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ തന്നെ കുറെ സ്ഥലങ്ങളൊക്കെ ചുറ്റിക്കറങ്ങിയ ശേഷം ബബിത തിരിച്ച് വീട്ടിലോട്ട് പോകും. അന്നേരം ബാലചന്ദ്രൻ ചോദിക്കും, നിന്റെ ട്രിപ്പൊക്കെ എങ്ങനെയുണ്ട്? ഞാൻ ഇന്നലെ രാത്രി നിന്നെ വിളിച്ചപ്പോൾ നീ എന്താ ഫോൺ എടുക്കാഞ്ഞ്? അത് പിന്നെ അച്ഛാ, ഞാൻ വേഗം ഉറങ്ങിപ്പോയി, യാത്രാക്ഷീണം കാരണം. പിന്നെ രാവിലെ വിളിക്കാൻ നോക്കിയപ്പോൾ റേഞ്ച് ഒന്നും കിട്ടുന്നില്ലായിരുന്നു എന്നൊക്കെ പറയും. അങ്ങനെ പിന്നീട് ബബിത റൂമിലോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് അമലിനെ വിളിക്കുമ്പോൾ അമൽ ഫോൺ എടുക്കുന്നില്ല കേട്ടോ, മനഃപൂർവ്വം എടുക്കാത്തതാണ്. പിന്നീട് ഒരുപാട് വട്ടം വിളിക്കുമ്പോൾ അമൽ ഫോൺ എടുക്കും. എന്നിട്ട് ബബിത ചോദിക്കും, നീ എന്താടാ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തേ? ഹോ, അത് ഞാൻ കണ്ടിട്ടില്ല, എന്റെ ഫോൺ സൈലന്റ് ആയിരുന്നു. അപ്പൊ ബബിത പറയുന്നുണ്ട്, ഇത്ര കാലം നിന്റെ ഫോൺ സൈലന്റ് ആയിട്ടില്ലല്ലോ, ഞാൻ വിളിച്ചാൽ അപ്പൊ തന്നെ നീ ഫോൺ എടുക്കുന്നതല്ലേ? ദേ ബബിതേ, നീ എന്തിനാ ഇപ്പൊ എന്നെ വിളിച്ച കാര്യം പറ, എനിക്ക് കിടക്കണം. അപ്പൊ ബബിതയ്ക്ക് അമലിന്റെ ഒരു സംസാരം, ദേഷ്യത്തോടെയുള്ള സംസാരമൊക്കെ കേൾക്കുമ്പോൾ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാകൂട്ടോ. അമല് തന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നത് പോലെയൊക്കെ ബബിതയ്ക്ക് തോന്നുന്നുണ്ട്. ദേഷ്യത്തിൽ ഫോൺ അങ്ങ് കട്ടാക്കും. അപ്പൊ അവിടേക്ക് അലീന വരുന്നുണ്ട്. മോളെ, നിനക്ക് കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലുമൊക്കെ വേണോ? രാത്രിയൊക്കെ കഴിഞ്ഞു വന്നതല്ലേ, ഇറങ്ങിപ്പോടി എന്റെ റൂമിൽ നിന്ന്. എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എനിക്ക് ചോദിക്കാൻ അറിയാം, നീ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ബബിത അലീനയെ പിടിച്ച് പുറത്താക്കി ഡോർ ഉച്ചത്തിൽ അടയ്ക്കുകയാണ്. ഇവൾക്ക് ഇതെന്തു പറ്റി? വന്നപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നല്ലോ, ഇപ്പൊ എന്തു പറ്റി എന്നൊക്കെ അലീന അങ്ങനെ ചിന്തിക്കും. അങ്ങനെ പിന്നീട് കുറച്ചധികം ദിവസം കഴിയുമ്പോൾ ബബിതയ്ക്ക് എന്തെന്നില്ലാത്ത ക്ഷീണവും തലകറക്കവും ഒക്കെ, പീരീഡ്സിന്റെ ഡേറ്റ് ആണെങ്കിലോ തെറ്റിക്കിടക്കുകയാണ്. അപ്പോൾ ബബിതയ്ക്ക് ആകെ ടെൻഷനാകും. ഈശ്വര, ഇനി പ്രഗ്നന്റ് എങ്ങാനും ആയിരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് അവൾ ഇങ്ങനെ ഫോണിലൊക്കെ സെർച്ച് ചെയ്യുകയാണ് കേട്ടോ. പിന്നീട് ആരും കാണാതെ ഒരു പ്രഗ്നൻസി കിറ്റ് എല്ലാം വാങ്ങാനായിട്ട് അവൾ പുറത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം വാങ്ങി വന്ന് ബബിത ചെക്ക് ചെയ്യുമ്പോൾ ഡബിൾ ലൈൻ കാണിക്കിട്ടോ. പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞതോടെ ബബിത ആകെ ഷോക്കായിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. ഈശ്വര, ഇനി ഞാൻ എന്ത് ചെയ്യും? അച്ഛനെങ്ങാനും അറിഞ്ഞാൽ എന്നെ കൊല്ലും, ഞാൻ ഇനി എന്തിന് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബബിത ഒരേ കരച്ചിലാണ്. എന്നിട്ട് അമലിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയും. അമലെ, നീ എവിടെയാണ്? ഞാൻ പ്രഗ്നന്റ് ആണ്. ഇത് കേട്ട് അമലൊന്ന് ഞെട്ടും. എന്നിട്ട് ബബിതയോട് പറയുന്നുണ്ട്, ഇത് എന്റെ കുഞ്ഞാണെന്ന് എന്താടി ഉറപ്പുള്ളത്? നീ ഇതുപോലെ എത്ര ആൺപിള്ളേരുടെ കൂടെ കഴിഞ്ഞിട്ടുണ്ടാകും, എന്നിട്ട് അവർക്കുണ്ടായ കുഞ്ഞിനെ എന്റെ തലയിൽ കെട്ടി വെക്കാമെന്ന് നീ കരുതണ്ടടി. ഇത് കേട്ട് ബബിത പറയും, എടാ, നീ എന്നെ ചതിക്കായിരുന്നല്ലേ, എന്നെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞിട്ടല്ലേ നീ എന്നെ ഓരോന്നിനും നിർബന്ധിച്ചത്? എന്നിട്ടിപ്പോ നിനക്ക് ഇങ്ങനെ പറയാനൊക്കെ നാണമുണ്ടല്ലോ. എന്റെ വയറ്റിൽ വളരുന്ന ഈ കുഞ്ഞ് ആരുടെയാണെന്നൊക്കെ നിനക്ക് നല്ലതുപോലെ അറിയാം. ചീ, നിർത്തടി, അങ്ങനെ വല്ലവന്മാരുടെ കുഞ്ഞിനെ എന്റെ തലയിൽ കെട്ടി വെക്കാമെന്ന് നീ കരുതേണ്ട. ഞാൻ വിളിച്ചപ്പോ നീ വന്നെങ്കിൽ ഇതുപോലെ എത്ര പേര് വിളിച്ചപ്പോ നീ പോയിട്ടുണ്ടാകും. ഇനി അത് എന്റേത് തന്നെയാണെന്ന് വെക്ക്, നിന്റെ കയ്യിൽ എന്ത് തെളിവാ അതിനുള്ളത് എന്നൊക്കെ ചോദിക്കുകയാണ് അമൽ. എടാ, നിന്നെ ഞാൻ വെറുതെ വിടില്ല, നീ എന്നെ ചതിക്കുമായിരുന്നല്ലേടാ, ഒന്ന് പോടി, നീ പോയിട്ട് ആദ്യം നിന്റെ വയറ്റിലുള്ള കുഞ്ഞിന്റെ തന്തയെ കണ്ടുപിടിക്ക് എന്നൊക്കെ പറഞ്ഞ് അവനങ്ങ് ഫോൺ കട്ടാക്കും. അപ്പോൾ ബബിത അവിടെ പൊട്ടിക്കറിയാണ് കേട്ടോ. ഞാൻ ഇനി എന്തിനു ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് തല ചുമരിലടിച്ച് ബബിത ഒരേ കരച്ചിലാണ്.
പിന്നീട് ബബിതയെ കുറെ നേരമായിട്ടും താഴത്തേക്കൊന്നും കാണുന്നില്ല. അതുകൊണ്ട് അലീന മുകളിൽ പോയിട്ട് ബബിതയെ വിളിക്കും. കുറെ നേരം വിളിച്ചിട്ടും ബബിത ഡോർ തുറക്കുന്നില്ല. അപ്പൊ അലീന വാതിലിൽ കുറെ നേരം മുട്ടുമ്പോൾ ബബിത പിന്നീട് വാതിൽ തുറക്കട്ടോ. കരഞ്ഞു തളർന്ന് അവശയായി നിൽക്കുന്ന ബബിതയെ കാണുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോളെ, നീ എന്താ വല്ലാതിരിക്കുന്നേ? അപ്പോ ബബിത പറയും, നിനക്കിപ്പോ എന്താടി വേണ്ടത്, എന്നെ ഒന്ന് വെറുതെ വിട്, നാശം പിടിക്കാനായിട്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ബബിത ഡോർ ഉച്ചത്തിൽ അടയ്ക്കുന്നുണ്ട്. അപ്പൊ അലീന താഴേക്ക് പോയിട്ട് കൃഷ്ണമോളുടെ അടുത്ത് പറയും, മോളെ ചേച്ചിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, ആകെ കരഞ്ഞു തളർന്നാ നിൽക്കുന്നത്, ഇന്ന് കോളേജിൽ പോകുന്നില്ല പോലും, ഭക്ഷണം വേണ്ട എന്നൊക്കെയാണ് പറയുന്നത്, മോളൊന്ന് പോയി ചോദിച്ചു നോക്ക് എന്താ പ്രശ്നം. നല്ല കാര്യമായി. ഞാൻ പോയാൽ ചേച്ചിയെ വഴക്ക് പറഞ്ഞതുപോലെ എന്നെയും വഴക്ക് പറഞ്ഞു ഓടിക്കും. എന്നോട് ബബിത ചേച്ചി ഒന്നും പറയില്ല. ചേച്ചി അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു നോക്കി എന്നൊക്കെ പറയാൻ കേട്ടോ കൃഷ്ണമോള്. അങ്ങനെ പിന്നീട് ബബിത തന്റെ ഫ്രണ്ടിനെ വിളിച്ച് കാര്യങ്ങൾ മൊത്തം പറയുന്നുണ്ട്. എനിക്കിത് ജീവിക്കേണ്ടടി എന്നൊക്കെ പറയുമ്പോൾ, നീ സമാധാനപ്പെട്, നമുക്ക് ആ കുഞ്ഞിനെ ഇല്ലാതാക്കാം. നീ വേഗം റെഡി ആയിട്ട് ഇന്ന് ഹോസ്പിറ്റലിലോട്ട് വാ, ഞാൻ അവിടെ ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ ബബിത വേഗം ആരും കാണാതെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ബബിതയും ആ കൂട്ടുകാരും ചേർന്ന് ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ മൊത്തം പറയും. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഇതിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കുഞ്ഞിനെ നശിപ്പിക്കുക എന്നത് കുറ്റകരമാണ്. നിയമം ഇപ്പോൾ ഭയങ്കര സ്ട്രോങ് ആണ്. അതുകൊണ്ട് മോൾ ഇനിയിപ്പോൾ വീട്ടിൽ കാര്യങ്ങൾ പറഞ്ഞ് ആ വ്യക്തിയുമായിട്ടുള്ള കല്യാണം നടത്താൻ നോക്ക്. എന്തായാലും ഒരു കുഞ്ഞിനെ നശിപ്പിക്കാൻ ഞാൻ കൂട്ടുനിൽക്കില്ല എന്നൊക്കെ പറയാൻ ഡോക്ടർ. അങ്ങനെ പിന്നീട് ആകെ നിസ്സഹായായി എന്ത് ചെയ്യണമെന്നും പോലും അറിയാതെ ബബിത വീട്ടിലോട്ട് പോകും. അപ്പൊ അലീന ബബിതയുടെ റൂമിലേക്ക് പോയി നോക്കുമ്പോൾ ബബിതയെ അവിടെ കാണുന്നില്ലട്ടോ. ഇവിടുത്തെ പോയി, ഡ്രസ്സൊക്കെ വലിച്ചു വാരി ഇട്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അലീന ബബിതയുടെ റൂം അടുക്കി പൊറുക്കി വെക്കുമ്പോൾ വേസ്റ്റ് ബോക്സിന് പിന്നിൽ ഒരു പ്രഗ്നൻസി കാർഡ് കാണട്ടോ. അലീന അത് എടുത്തു നോക്കുമ്പോൾ അലീന ആകെ ഞെട്ടലോട് കൂടി നിൽക്കുകയാണ്. ഈശ്വര, എന്റെ അനിയത്തിക്ക് തെറ്റ് പറ്റിയോ എന്നൊക്കെ പറഞ്ഞ് അലീന ആ പ്രഗ്നൻസി കാർഡ് നോക്കി പൊട്ടിക്കറിയുമ്പോൾ ബബിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അലീനയുടെ കയ്യിൽ ആ ഒരു പ്രഗ്നൻസി കാർഡ് കാണുമ്പോൾ ബബിത അവിടെ പൊട്ടിക്കറിയട്ടോ. മോളെ, നീ ചതിക്കപ്പെട്ടോ, ആരാണ് ഇതിന് ഉത്തരവാദി എന്നൊക്കെ ചോദിക്കുമ്പോൾ ബബിത അലീനയുടെ കാലിൽ വീണ് പറയും, ചേച്ചി ഇത് ആരോടും പറയല്ലേ, അന്നിവിടെ വന്നില്ലേ എന്റെ ഫ്രണ്ട് അമല്, അവനാണ് ഇതിന് ഉത്തരവാദി, ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല, ഞാൻ നശിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് അലീനയുടെ കാലിൽ വീണ് ബബിത പൊട്ടിക്കരയുമ്പോൾ അലീന ബബിതയെ പിടിച്ചെഴുന്നേൽപ്പിക്കും. മോളെ, നീ കരയാതിരിക്കേ, നിന്റെ കൂടെ ഈ ചേച്ചിയുണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. ഇതെങ്ങാനും അച്ഛൻ അറിഞ്ഞാൽ നീ ഒന്ന് ആലോചിച്ചു നോക്ക്, അച്ഛൻ പിന്നെ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അയ്യോ ചേച്ചി, അച്ഛനോട് പറയല്ലേ എന്നൊക്കെ പറയുമ്പോൾ, ഇല്ല മോളെ, ചേച്ചി ആരോടും പറയുന്നില്ല, നീ ഇങ്ങനെ തകർന്നു പോകരുത് മോളെ, ജീവിതം അവസാനിപ്പിക്കുന്നതിനെ പറ്റി നീ ഇപ്പോൾ ചിന്തിക്കരുത്. മോള് വേഗം പോയിട്ട് റെഡിയാവ്. എങ്ങോട്ടാ ചേച്ചി നമ്മൾ പോകുന്നത്? അതൊക്കെ പറയാം, മോള് വേഗം തയ്യാറാവ് എന്നൊക്കെ പറയുമ്പോൾ ബബിത വേഗം റെഡി ആവുന്നുണ്ട്. എന്നിട്ട് അലീന ബബിതയും കൂട്ടി ഡോക്ടറെ കാണാനായിട്ട് പോകും. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി ഡോക്ടറുടെ അടുത്ത് കാര്യങ്ങൾ മൊത്തം പറയും. അന്നേരം ഡോക്ടർ പറയും, ഇല്ലില്ല, അബോർഷൻ ഒന്നും ഇവിടെ നടക്കില്ല. അന്നേരം അലീന ഡോക്ടറുടെ കാലിൽ വീണ് പൊട്ടിക്കരയുന്നുണ്ട്. പ്ലീസ് ഡോക്ടറെ, ഞങ്ങളെ രക്ഷിക്കണം, ഇത് വീട്ടിലറിഞ്ഞ എന്റെ അനിയത്തി പിന്നെ ജീവിച്ചിരിക്കില്ല. ഇതൊക്കെ കാണുമ്പോൾ ബബിതയ്ക്ക് അവിടെ ഒരുപാട് കുറ്റബോധം തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അലീന ചേച്ചിയെ, എനിക്കിപ്പോ ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോ എല്ലാരും എന്നെ കൈയൊഴിഞ്ഞു. ഞാൻ ഇത്രയൊക്കെ തള്ളി പറഞ്ഞിട്ടും ചേച്ചി ഇപ്പോഴും എനിക്ക് വേണ്ടി ഡോക്ടറുടെ കാല് പിടിക്കുന്നു എന്നൊക്കെ മനസ്സിൽ പറയാണ് ബബിത. അങ്ങനെ ഡോക്ടർ ഒരു ടാബ്ലറ്റ് എഴുതി കൊടുക്കും. പിന്നീട് അത് കുടിക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ബബിതയ്ക്ക് അബോർഷൻ ആവുന്നുണ്ട്. അതോടെ ബബിതയ്ക്ക് ആ ഒരു ടെൻഷൻ അങ്ങ് മാറിക്കിട്ടി. പിന്നീട് ഒരു ദിവസം ബബിത അലീനയെയും കൂട്ടി പുറത്തു പോകും. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഇവരെ ഒരുമിച്ച് കാണുമ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താ ഈ കാണുന്നേ, ബബിത ചേച്ചി അലീന ചേച്ചിയുടെ കൂടെ പുറത്തു പോയോ, അപ്പോ നിങ്ങൾ കൂട്ടായോ എന്നൊക്കെ ചോദിക്കുകയാണ് കൃഷ്ണമോള്. അതെന്താടി മോളെ, ഞങ്ങളെ കൂട്ടായ നിനക്ക് വലിയ കുശുമ്പുണ്ടോ? ഏയ്, എനിക്ക് കുശുമ്പൊന്നുമില്ല ചേച്ചി, എന്നാൽ ഇതെങ്ങനെ സംഭവിച്ചു, നിങ്ങൾ എങ്ങനെ ഒന്നായി എന്നൊക്കെ അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ് കേട്ടോ കൃഷ്ണമോള്. അപ്പോ ബബിത പറയും, എടി മോളെ, ഞാൻ ഈ ചേച്ചിയെ മനസ്സിലാക്കാൻ കുറച്ച് വൈകിപ്പോയി, ഇനിയിപ്പോ അതും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്തായാലും അലീന ചേച്ചി ഇനി എന്റെ കൂടെ ചേച്ചിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബബിത അങ്ങ് അലീനയെ കെട്ടിപ്പിടിക്കും. പിന്നീട് ബബിത വൈജയുടെ റൂമിലോട്ട് പോകുമ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, നീ എവിടെയായിരുന്നു കുറച്ച് ദിവസമായിട്ട്, നിന്നെ ഈ റൂമിലേക്കൊന്നും കാണുന്നില്ലല്ലോ. ഹലോ, അത് പിന്നെ അമ്മേ, എനിക്ക് ചെറിയൊരു വയറുവേദനയൊക്കെ ആയിരുന്നു, ഞാൻ അലീന ചേച്ചിയെയും കൂട്ടി ഡോക്ടറെ കാണാനായിട്ട് പോയി. എന്താ എന്താ നീ പറഞ്ഞത്, അലീന ചേച്ചിയോ? അവൾ എന്ന് മുതലാടി നിനക്ക് ചേച്ചിയായത്? എന്നേക്കാൾ മൂത്തയല്ലേ അമ്മേ, അപ്പൊ ചേച്ചി എന്ന് വിളിക്കുന്നതിൽ എന്താ കുഴപ്പം? ഹോ, അപ്പോ അവള് നിന്നെയും വശത്താക്കിയല്ലേടി. നിങ്ങളൊന്നും മറക്കണ്ട, നിങ്ങളുടെ അമ്മയുടെ കിടപ്പിന് കാരണം ആ നാശം പിടിച്ച അലീനയാണ്. എന്തിനാണ് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? ചേച്ചി അമ്മയോട് എന്ത് തെറ്റാണ് ചെയ്തത്?
അമ്മ അന്ന് വാശി പിടിച്ച് കാറും കൊണ്ട് പോയത് കൊണ്ടല്ലേ അമ്മയ്ക്ക് ആക്സിഡന്റ് ഉണ്ടായത്, അല്ലാതെ അലീന ചേച്ചി ഉണ്ടാക്കിയതല്ലല്ലോ. ഇനിയെങ്കിലും അമ്മ ആ പാവത്തിനെ ഒന്ന് വെറുതെ വിട്. ചേച്ചി അമ്മയുടെ കാര്യങ്ങളൊക്കെ എത്ര നന്നായിട്ടാണ് ചെയ്യുന്നത് എന്നൊക്കെ ബബിത പറയുകയാണ്. ഹോ, നീയൊക്കെ അവളെ തലയിൽ കയറ്റി വെച്ചോ. നീയൊക്കെ അച്ഛന്റെ പക്ഷം ചേർന്നോ. ഞാനെല്ലാം ഒറ്റയ്ക്ക് നേരിട്ടോളാം. ഞാൻ ഈ കിടപ്പിൽ നിന്ന് എഴുന്നേറ്റോട്ടെ, അതുവരെയുള്ളൂ അവളുടെ അവിടുത്തെ താമസം. ഓ, അമ്മയോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അമ്മയ്ക്ക് നല്ലതെന്തോ ചീത്തയെന്ന് തിരിച്ചറിയില്ല. എന്തായാലും ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ബബിത അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോ വൈജയന്തി തനിയെ പറയുന്നുണ്ട്, എന്റെ മക്കളെല്ലാം ആ നാശം പിടിച്ചവൾ എന്നിൽ നിന്ന് അകറ്റുകയാണ്. അവളെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞു കൊണ്ട് കിടക്കുകയാണ് കേട്ടോ വൈജ. പിന്നീട് കാണിക്കുന്നത് ബബിത അലീനയെ പോയി കെട്ടിപ്പിടിക്കും. എന്റെ ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെയൊന്നും പറയല്ലേ മോളെ. എന്തായാലും ഒന്നും പറ്റിയിട്ടില്ലല്ലോ. ഇനി ഇങ്ങനെയുള്ള അബദ്ധത്തിലൊന്നും പോയി ചാടരുത്, കേട്ടല്ലോ. ഇല്ല ചേച്ചി, ഞാൻ ഇനി ഒന്നിനും ചാടില്ല. ഞാൻ എന്റെ ചേച്ചിക്ക് വാക്ക് തരുന്നു എന്നൊക്കെ പറഞ്ഞ് ബബിത അവിടെ അലീനയെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതോടുകൂടി അലീനയും ബബിതയും ഒന്നാവുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി മഴത്തോരു മുമ്പേ സീരിയലിൽ വരാനിരിക്കുന്നത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. താങ്ക്